ഹായ്, നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത് ഞങ്ങളുടെ ക്യാമ്പിലെ കുറേ പശു ഫാമിലിയെ പറ്റിയിട്ടാണ്. ഇത് ഞങ്ങളുടെ ക്യാമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ബ്രിട്ടീഷുകാർ അവരുടെ സാധനങ്ങളൊക്കെ കയറ്റി ഇറക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടൊരു റെയിൽവേ സ്റ്റേഷനാണ്. പണ്ടത്തെ റെയിൽവേ സ്റ്റേഷൻ ചെന്നൈയിൽ ആവടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതുള്ളത്. അപ്പോൾ ഇത് ആയിരക്കണക്കിന് ഏക്കർ സ്ഥലമുണ്ട്. അത് ഇങ്ങനെ ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയപ്പോഴത്തേക്കും പിന്നെ ഇത് നമ്മൾ CRP കൈമാറി. ഇപ്പോൾ CRPF ആണ് ഇവിടെ ഇപ്പം ക്യാമ്പ് നടത്തുന്നത്. ആ സമയത്ത് ഈ ഏരിയയിലുള്ള കുറേ പശുക്കളുണ്ടായിരുന്നു. അവറ്റകൾ ഈ ക്യാമ്പിൽ അവരായിരുന്നു അത് അടക്കി പിടിച്ചുകൊണ്ട് ഇരുന്നത്. ക്യാമ്പ് പോയി CRP ഏറ്റെടുത്തപ്പോഴും ബ്രിട്ടീഷുകാർ പോയെങ്കിലും പശുക്കൾ പോയില്ല. പശുക്കൾ ഈ ക്യാമ്പിൽ തന്നെ കറങ്ങി നടക്കുകയാണ്. ഏകദേശം ഒരു 500-1000 പരം പശുക്കളുണ്ട് ക്യാമ്പിനകത്ത്. അവറ്റകളെ പിടിച്ച് കെട്ടുവോ കൂട്ടിലിടുവോ അങ്ങനെ ഒരു ഇടുന്നില്ല. അവർ ഫ്രീ സ്റ്റൈലിൽ കറങ്ങി നടക്കും. നമുക്ക് കാണാനൊരു കൗതുകം, അത്ര തന്നെ. അതിൽപ്പെട്ട ഒരു ഫാമിലിയെ പറ്റിയാണ് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്. കാരണം ഈ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവറ്റകൾ ഞങ്ങളുടെ ഈ മെസ്സിൻ്റെ അടുത്ത് വന്നിട്ട് ഇഷ്ടംപോലെ ഫുഡെല്ലാം കഴിക്കുന്നുണ്ട്. ഇവനാണ് ഈ ഫാമിലിയുടെ തലവൻ. ഇവൻ്റെ തലമുറകളാണ് ഇപ്പം ഇവിടെ കാണുന്ന പശുക്കളൊക്കെ. പുള്ളിക്ക് വയസ്സായി, എന്നാലും പുള്ളിയുടെ കുറേ ശിഷ്യന്മാരുണ്ട് തലമുറകൾ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ. പക്ഷേ ഇവൻ കുറച്ച് ആക്രമകാരിയാണ്. ഇവൻ്റെ അടുത്ത് അധികം പോകാൻ പാടില്ല. ഇവൻ്റെ കണ്ടോ ഇവൻ്റെ ആ കൊമ്പ് കണ്ടില്ലേ? ഈ തമിഴ്നാട്ടുകാർ ജല്ലിക്കെട്ടിന് ഉപയോഗിക്കുന്ന കാളയുടെ കൊമ്പ് പോലെയുണ്ട്. ഇതിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇവൻ ആ കൊമ്പെ കുത്തിയിട്ടൊരു തൂക്കി എറിഞ്ഞെറിഞ്ഞുണ്ടോ എൻ്റെ പൊന്നോ. പിന്നെ ഒരു പട്ടാളം, ഇവനെന്ത് പട്ടാളം ഇരിക്കുന്നത്. പക്ഷെ ആൾ പോക്കരിയാണ്.